അന്വേഷിച്ചത് വേണുവിനെ അറിയാവോ? ഇല്ല. എവിടെ അന്വേഷിച്ച വിവരം അറിയാം? അവരുടെ അസോസിയേഷനിൽ പോയി അന്വേഷിച്ച അവരോട് വിവരം അറിയാം. താങ്ക് യു. വേണു മദ്രാസിൽ ഒരു കോൺഫറൻസിൽ പോയിരിക്കുകയാണ്. പുള്ളി എവിടെയാണ് താമസിക്കുന്നതെന്നറിയാം. ഫ്രം അഡ്രസ് എനിക്കറിയില്ല. വന്നാൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യും. എന്ന് വരുമെന്നറിയാമോ? കൃത്യമായി പറയാൻ പറ്റില്ല. ശരി, ഞാൻ പിന്നീട് ഒന്ന് കണ്ടത്. ശരി. എന്തായി? വേണുവിന്റെ വല്ല വിവരവും കിട്ടിയോ? ഇല്ല. അയ്യോ, രാധ ഇപ്പോഴേ നെർവസാണ്. ഇതുകൂടി കേൾക്കുമ്പോൾ. വേണു മദ്രാസിൽ കോൺഫറൻസിൽ പോയിരിക്കുകയാണെന്നാണ് അവരുടെ അസോസിയേഷൻ അറിയാൻ കഴിഞ്ഞു. രാധേ, രാധേ, എന്താ ഇത്? കൊച്ചുകുട്ടികളെ പോലെ എഴുന്നേൽക്കൂ. നമുക്ക് വേണുവിനെ കണ്ടുപിടിക്കാം. രവിയേട്ടൻ അന്വേഷിക്കുന്നുണ്ട്. വേണുവേട്ടനെ കണ്ടില്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെയില്ലേ? ഞാനൊരു അനാഥയാണ് ചേച്ചി. അങ്ങനെ വിചാരിക്കരുത്. നിനക്ക് എത്രയെങ്കിലും ബന്ധങ്ങൾ ഈ ലോകത്തുണ്ടല്ലോ. എന്റെ കല്യാണം കഴിയുന്നതുവരെ എനിക്കാരുമില്ലായിരുന്നു. അച്ഛനും അമ്മയും ആരും. ഈശ്വരൻ നിന്നെ കൈവടിയില്ല. നീ വിഷമിക്കാതിരിക്കൂ. ഇയാൾ കൊല ചെയ്യുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഇല്ല, ഇല്ല, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഇയാൾ പറയുന്നത് പച്ച കള്ളമാണ് മാനെ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ തൂക്കിലേറ്റിയാൽ എന്റെ ഭാര്യയും കുഞ്ഞും വഴിയാധാരമാവും. എന്നെ ശിക്ഷിക്കരുത്, എന്നെ ശിക്ഷിക്കരുത്. ഞാൻ നിരപരാധിയാണ്. ഞാൻ ഒരു എന്നെ ശിക്ഷിക്കരുത്. ഞാനൊരു കൊലയാളിയല്ല. എന്നെ തൂക്കിലേറ്റിയാൽ എന്റെ ഭാര്യയും കുഞ്ഞിനും വഴിയാധാരമാണ്. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇയാൾ പറയുന്നത് കള്ളമാണ്. എന്നാ മോനെ ചായം കള്ള. മോനെ, അനക്ക് എന്ത് പറ്റി? ഒന്നുമില്ലമ്മ. എന്നാ ഇത് കുടി. എനിക്ക് വേണ്ടുമ്മ. അനക്ക് സുഖല്ലേ? പടച്ചോനെ, എന്റെ മോനിത് എന്ത് പറ്റി? ഉമ്മാനോട് പറ മോനെ. ഉമ്മ, ഞാനൊരു കാഴ്ച കണ്ടു. എന്താ മോനെ? വണ്ടിക്ക് തലവെച്ച് മരിച്ചു കിടക്കുന്ന ഒരു അമ്മയും കുഞ്ഞിനെ കോടതിയിൽ നിന്ന് കള്ളസാക്ഷി പറഞ്ഞ് കൊലയാളിയാക്കിയ മനുഷ്യന്റെ ഭാര്യയും കുഞ്ഞുമായിരുന്നത്. ഇന്നത്തെ കൊണ്ടെല്ലാം കഴിഞ്ഞമ്മ. കള്ളസാക്ഷി പറയാൻ ഞാനിനി പോയില്ല. ജോലി ചെയ്ത് ഞാൻ ജീവിക്കും. ഇന്നു മുതൽ അബ്ദു ഒരു പുതിയ മനുഷ്യനാണ്. മോനെ, എന്ത് ജോലിയായാലും അധ്വാനിച്ച് തിന്നുന്ന ചോറിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. മോനെ ചായ തന്നെ കൊടുക്കും. ഹലോ, അതെ, മിസ്റ്റർ സുന്ദരേശനുണ്ടോ? ഉണ്ടല്ലോ. എവിടെ? ഒന്ന് വിളിക്കാമോ? അകത്തുണ്ട്. എന്താ പറഞ്ഞേ? മാനേജർ വന്നിട്ടില്ല. ആ, Bye.
എന്താണോ ചായക്ക് ഇത്ര താമസം? ചായയിൽ പൊക്കിക്കൊണ്ട് വരണ്ടേ? ഒരു സ്റ്റൗ മാറ്റി വെക്കാത്തുണ്ട്, ഇട്ട് കുടിക്കാമല്ലോ. സാറേ കോംപ്ലാൻ ഇല്ല, ചായ വേണോ? ആ ശരി. സന്തോ സന്തോ, നിന്നെ ഇന്ന് പതിവ് പോലെ ഹാളിലൊന്നും കണ്ടില്ലല്ലോ. ഓഫീസിൽ നിന്ന് ഒരുപാട് ചായ, ഓഫീസിൽ നിന്ന് ഒരുപാട് ഫയൽസ് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ടായിരുന്നു. വല്ലാത്ത ക്ഷീണം. അമ്മയുമായ വഴക്കുണ്ടായില്ലേ? ശരി, കോട്ടൂരണ്ട, ഹോർലിക്സാ. എന്താ സന്തോ ഇത്? വൃത്തികേടായിരുന്നു. നിങ്ങളെന്നെ വഞ്ചിച്ചു. നിങ്ങൾക്ക് ബാങ്കിൽ എന്താണ് ജോലി? ഓഫീസർ. ഒരാഫീസറുടെ ജോലിയാണ് ചായ സപ്ലൈ ചെയ്യുന്നത്. ചായ സപ്ലൈ? നീ എന്തോ പറയാൻ സന്തോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ പിയോടാണ്. എന്നെ ചീറ്റിയതാണ് നിങ്ങൾ മാനേജ് ചെയ്തത്. ഇല്ല, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ പറയുന്നത് സന്തോ, ഞാൻ ചീറ്റ് ചെയ്തില്ല സന്തോ. സന്തോ സന്തോ വേണ്ട, ഞാൻ ഈ നിമിഷം ഇവിടെ നിറങ്ങുള്ളൂ. സന്തോ, നീ എങ്ങോട്ടും പോണ്ട സന്തോ. നീ ഇല്ല, എനിക്ക് ജീവിക്കാനാവൂല്ലോ സന്തോ. സന്തോ, SSLC-കാരനും പിയോണുമായ ഒരു ഭർത്താവ് എന്റെ സ്റ്റാറ്റസിന് ചേർന്നല്ല. നീ വിഷമിക്കാതെ, എല്ലാ പ്രശ്നത്തിനും ഞാൻ പരിഹാരം ഉണ്ടാക്കാം സന്തോ. എങ്ങനെ? നീ വാ, ഞാൻ പറയാം. ഒന്നാമത്തെ പ്രശ്നം, ഞാൻ SSLC ആണെന്നുള്ളതല്ലേ. നാളെ ഏതെങ്കിലും ട്യൂട്ടോറിയൽ കോളേജ് കയറി BSc വരെ പഠിച്ചാൽ ആ പ്രശ്നം തീർന്നു. രണ്ടാമത്തെ പ്രശ്നം, ഞാൻ ബാങ്കിൽ ഓഫീസർ അല്ല എന്നുള്ളത്. BSc വരെ പഠിച്ച് എനിക്ക് പ്രമോഷൻ കിട്ടും. അതോടെ ചായ കൊടുപ്പ് നിൽക്കും. അപ്പോഴും നിന്റെ പ്രശ്നം ബാക്കി കിടക്കുന്നു. നീ പ്രസവിക്കുന്നതിന് പകരം എന്റെ അമ്മ പ്രസവിച്ചാൽ മതിയോ? ഞാൻ സുന്ദരേശനാണെങ്കിൽ ഇന്ന് ഈ നിമിഷം നിന്റെ പ്രശ്നത്തിന് ആദ്യം പരിഹാരം കാണും. നിന്റെ പ്രശ്നം പരിഹരിക്കണം. രാധയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഏതായാലും നന്നായല്ലേ? എന്താ? അല്ല, രാത്രിയിൽ മിനിമോള് രാധയോട് കിടന്നോളല്ലോ. ഓ മതി. പിന്നെ വേണന്റെ കാര്യം എന്തായി? ചേട്ടൻ അന്വേഷിക്കുന്നില്ലേ? രാധ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ ഇരുന്ന് കരച്ചില്ല. അതിനവൻ മെന്റാലിന്ന് വരാതെ ഞാൻ എന്ത് ചെയ്യാനാ? ആന്റിക്ക് ബോധ്യത്തിന്റെ കഥ അറിയാമോ? എനിക്കറിയാം. ടീച്ചർ പറഞ്ഞു തന്നതാ. എന്ത് രസാണെന്ന്. അയ്യേ, ആന്റിക്ക് ഒരു കഥ അറിയത്തില്ല. മോൾ ഉറങ്ങിക്കും. മമ്മിയും ഡാഡി ഉറങ്ങിക്കാണും. രാത്രി ഒരുപാടായില്ലേ? ഏയ്, ഡാഡി ഉറങ്ങത്തില്ല. മമ്മി ഉറക്കത്തി പിച്ചും പേയും പറയുന്നുണ്ടോ നോക്കുക. നല്ല മരി 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 നല്ല മീന, നല്ല മീനുണ്ട്. വേണു മദ്രാസിൽ നിന്നും വരാതിരിക്കില്ല. രാധ വിഷമിക്കാതിരിക്കും. എത്ര ദിവസം എന്ന് വെച്ചാ ചേച്ചി ഇവിടെ ഇങ്ങനെ? ഓഹോ, അതാണോ കാര്യം? അതുകൊണ്ടൊന്നും രാധ വറിയാകണ്ട. രാധയ്ക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിക്കാം. എനിക്കിവിടെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ സമയമെങ്കിലും പോയി കിട്ടുമായിരുന്നു. ചേച്ചി രവേട്ടനോട് പറഞ്ഞ് എനിക്കൊരു ജോലി വാങ്ങി തരാമോ? ഞാൻ ചേട്ടനോട് പറയാം. മമ്മി മമ്മി ഇത് കണ്ടോ മമ്മി? ബാറ്റിന്റെ ഗഡ്സ് പൊട്ടിപ്പോയി. ഒന്ന് കേട്ടിട്ടാ മമ്മി? എനിക്കിത് കെട്ടാനൊന്നും അറിഞ്ഞൂടാ. ഇങ്ങ് തരൂ ചേച്ചി, ഞാൻ കെട്ടിക്കൊടുക്കാം. താങ്ക് യു ആന്റി. രാധയ്ക്ക് ഇതെങ്ങനെ അറിയാം? വേണുവേട്ടൻ പഠിപ്പിച്ചു തന്നതാ.
ഗഡ്സ് പൊട്ടിപ്പോയല്ലോ ചേട്ടാ. ആ ഇങ്ങോട്ട് വാ. ഇതേപോലെ നിന്റെ കഴുത്തിലും ഞാനൊന്ന് കെട്ടിയിടും. ഗഡ്സു പൊന്നുകൊണ്ടൊരു താലി. പോ ചേട്ടാ. രാധ കരയാണ്. ആവശ്യത്തിലധികം കണ്ണുനീര് രാധയുടെ കയ്യിൽ സ്റ്റോക്കുണ്ടെന്ന് എനിക്കിവിടെ വന്നേ അന്ന് തന്നെ മനസ്സിലായി. ഇങ്ങനെ കരഞ്ഞു തീർത്താൽ ശരിക്കൊരാവശ്യം വരുമ്പോ കണ്ണുനീര് ആരോടെങ്കിലും കടം വാങ്ങേണ്ടി വരും. ആ എന്തു ഞാൻ രാധയ്ക്ക് YWCയിൽ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. പക്ഷേ ജോലി കിട്ടിയാൽ അവിടെ തന്നെ താമസിക്കണമെന്നാണ് അവരുടെ നിയമം. വേണുവിനെ കണ്ടു കിട്ടാത്തത് ഞാൻ അന്വേഷിക്കാത്തത് കൊണ്ടാണെന്ന് രാധയ്ക്ക് തോന്നുന്നുണ്ട്. ഞാൻ ദിവസവും അന്വേഷിക്കുന്നുണ്ട്. മദ്രാസിൽ നിന്നും ഏരിയ മാനേജരായി പ്രൊമോഷനോട് കൂടിയാണ് അദ്ദേഹം വരുന്നത്. ആ രാധയുടെ നല്ല കാലം അടുത്തെന്നാ തോന്നുന്നേ. അതിലേ നാളെ രാവിലെ ജോലിക്ക് പോകാൻ റെഡിയായി എന്നോണം. ഓക്കെ, ഗുഡ് നൈറ്റ്.